ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. പഴവും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാത്. പിന്നെ ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി 2 പഴം ചെറുതായി മുറിച്ചെടുത്തതാണ്. പിന്നെ ഒരു മുറി തേങ്ങ ചിരവിയത്, കുറച്ച് ഉണക്കമുന്തിരി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഈ ഫില്ലിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ വെച്ച് നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വറുത്ത് കോരി മാറ്റണം. അപ്പോൾ ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി പാനിലോട്ട് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കളറ് മാറി വന്നാൽ മതി, നല്ലോണം ഇട്ട് വഴറ്റൊന്നും വേണ്ട. അപ്പോൾ ഇത് ഇവിടെ ആയിട്ടുണ്ട്. ഇത് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ലോണം ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരിയും പഴമൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ സ്നാക്കിലേക്ക് വേണ്ട ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ദോശ ഉണ്ടാക്കാം. അതിനൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു 3 ഏലക്കായ, പിന്നെ 1 കപ്പ് മൈദ, 1 കപ്പ് പാല്, ഇതെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. മിക്സിയുടെ ജാറ് ചെയ്യണമെന്നൊന്നുമില്ല, ഒരു ബൗളിൽ വെച്ച് കണ്ട് മിക്സ് ചെയ്താലും മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാറ്റർ. ഇതിൽ ഏലക്കായുടെ പൊട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റും. ഇനി കുറച്ച് നെയ്യ് എടുത്ത് അത് ഈ പാനിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കയ്യിൽ മാവ് ഈ പാനിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒഴിച്ച ഉടനെ തന്നെ പാനൊന്ന് നന്നായിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം. ഇനി ഇതിൻ്റെ ഒരു സൈഡിലോട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു സൈഡിൽ മാത്രം വെച്ചാൽ മതി, മുഴുവനായിട്ട് വെക്കണ്ട. ഇതുപോലെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഇതൊന്ന് മടക്കി കൊടുക്കുക. ഇതിൻ്റെ സൈഡ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡ് നന്നായിട്ട് ഒട്ടണം. ഇനി വീണ്ടും റൈറ്റ് സൈഡിൽ നെയ്യ് പുരട്ടിയതിന് ശേഷം ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ പാനൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കല്ല ഇനി വെക്കേണ്ടത്. ഇനി ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് ഇത് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ സൈഡ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡ് ഒട്ടൊന്നുമില്ലെങ്കിൽ അല്പം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ലെഫ്റ്റ് സൈഡിൽ നെയ്യ് പുരട്ടിയതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പാനൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഫില്ലിങ് വെക്കാം. ഇനി ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കുക. ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള ബാറ്റർ കഴിയുന്നത് വരെ ഇങ്ങനെ ഓരോ അടുക്കുണ്ടാക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ സൈഡ് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈഡ് ഒട്ടുന്നില്ലെങ്കിൽ കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് അടുക്കില്ലാതിരിക്കുന്നതാവും നല്ലത്. ഒരുപാട് അടുക്കാവുമ്പോൾ നമുക്ക് അവസാനം വെച്ചത് മറിച്ചിടാനൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ ആ ബാറ്റർ കഴിയുന്നവരെ ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ അല്പം മാവ് ഒഴിച്ച് കൊടുത്തിട്ട് മുകൾ വശത്ത് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തേക്കാണ്. അതൊന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴമടുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്.